ഇടർച്ച എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വീഴ്ചയെ കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. When we are talking about stumbleness and we are talking about falling. നല്ല ഒരു ഓട്ടക്കാരൻ ഓട്ടക്കളത്തിൽ വീഴ്ച വരുന്നപ്പോഴാണ് അവന്റെ കാലുകൾ ഇടറപ്പെടുമ്പോഴാണ്. So when a good runner on the race field, if he is running but he will be stumbled and dropped because his legs have been shaken. ഇടർച്ച വീഴാൻ വേണ്ടി കുഴികളെ കുത്തുന്നവരുണ്ട്. There are people who just make the pits for them to stumble into. വേട്ടക്കാരന്റെ പണി അതാണ്. And that is a job of a farmer, the hunter. വേട്ടക്കാരൻ തന്റെ ഹലിലെ ഒരു മൃഗത്തെ ഇല്ലെങ്കിൽ ഒരു ശത്രുവിനെ ഹലിലെ വീഴിക്കണമെങ്കിൽ അവൻ ഒരു കുഴി കൊഴിച്ചിട്ട് അതിന്റെ മുകളിൽ എന്തെങ്കിലും ഇട്ട് മറയ്ക്കും, അവന് മനസ്സിലാകാത്തവണ്ണം. A hunter will always make pits and hide something, hide the pit with things on top of it just to get his the hunting thing. ഇത് അറിയാതെ അതിലെ കടന്നു പോകുന്ന ഹലിലെ ആ ഇര അതിലേക്ക് കാൽ വീഴുക And the സംഭവിക്കും. prey will come on the way and it will not be knowing that there's a pit waiting for him or her, and then that will put in themselves into that. അതിനെ പലരെയായിരിക്കും ഹല്ലേലൂയ ഉപയോഗിക്കുന്നത്. And it will be used, many things will be used to പല make it. രീതികളായിരിക്കും അതിനെ ഉപയോഗിക്കുന്നത്. And many ways that the pit will be made. ചിലര് കുടുക്ക് കെട്ടിയിട്ട് അതിലെ കാല് ഉടുക്കാൻ തക്കവണ്ണം പരിപാടി ഒപ്പിക്കും. Sometimes the hunters make the loop or a rope to trick the prey. ചിലപ്പം അവരെ കുഴി കുത്തിയിട്ട് അത് മൂടി വെച്ചിട്ടായിരിക്കും കാണിക്കുന്നത്. Sometimes they pit the hole and they hide it with the leaves. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഫുഡിന്റെ അകത്ത് എന്തെങ്കിലും മാരകമായ എന്തെങ്കിലും മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കാം വീഴിക്കാൻ Or നോക്കുന്നത്. sometimes they use the food or the and then put some poison into it and get the prey into it. ഇതൊന്നും അറിയാതെ കടന്നു വന്ന് അതിൽ അകപ്പെടുന്നവർ കാലിടറി അവന്റെ കെണിയിൽ വീഴപ്പെടും. Amen. Those who do not know the tricks or the plans of the hunter and put themselves into the trick. ഇത് തന്നെയത്ര ദൈവമക്കളുടെ ജീവിതത്തിലും സംഭവിക്കുന്നത്. Similar things are happening in the life of the children of God. ഹല്ലേലൂയ. Hallelujah. നമ്മൾ ഇവിടെ കണ്ടു ഹല്ലേലൂയ. ഇടർച്ച വരുന്നത് വരാതിരിക്കുന്നത് എന്ന് പറയുന്നത് വളരെ അസാധ്യമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. So if you are on this earth and you're on this race, എന്നാൽ ആ ഇടർച്ചയിൽ നമ്മൾ ആ ഇടർച്ചയെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് അത്ര ജയത്തിന്റെ ലക്ഷ്യം. getting into that stumble feeling is normal, but how we are tackling it, how we are dealing with it, that's the question here. അത് ഒരു ഇടർച്ച അത് പിശാച് കൊണ്ടുവന്നെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് പുറത്തു വരുവാൻ എടുക്കുന്ന ഡിസിഷൻ ആണ് നമ്മുടെ ജയത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത്. Amen. Hallelujah. You're taking the right decision to come out of the trap of enemy, and that's what is very important in this situation. അത് മനസ്സിലാക്കാതെ അതിൽ കിടക്കുന്നവർ കാലങ്ങൾ കുറെ അതിലൂടെ കടന്നു പോകേണ്ടി വരും. If those who are not understanding the tricks and the plans of the enemy, and they will be moving into that or going through that they're putting themselves into that for more often.